നമസ്കാരം സുഹൃത്തുക്കളെ. AICC ആസ്ഥാനത്ത് വന്ദേമാതരം മുഴുവനായി ചൊല്ലുന്ന വാർത്ത ഇതിനകം തന്നെ നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ. അതിനിടയിൽ ഈ മുഴുവനായിട്ട് ചൊല്ലുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ സോണിയാഗാന്ധി നിർത്തൂ എന്ന് പറയുന്നുണ്ട്. പക്ഷേ അത് മൈൻഡ് ചെയ്യാതെ പാടിക്കൊണ്ടിരുന്നവർ മുഴുവനായിട്ട് തന്നെ ആലപിക്കുന്നു. ഇതെന്താണ് നടക്കുന്നത് എന്ന് മനസ്സിലാവാത്ത കൊണ്ടായിരിക്കാം രാഹുൽ ഗാന്ധി ഒരക്ഷരം അവിടെ പ്രതികരിക്കുന്നില്ല. അദ്ദേഹം നിശബ്ദനായിട്ട് ഇത് മുഴുവൻ ആലപിച്ച് തീരും വരെ നിൽക്കുകയാണ്. പക്ഷേ സോണിയാഗാന്ധിക്ക് മനസ്സിലായി തങ്ങൾ ചിലയിടങ്ങളിലെങ്കിലും എതിർക്കുന്ന ആ വരികൾ ഇവിടെ ചൊല്ലുന്നുണ്ടെന്ന്. അതുകൊണ്ട് അത് സ്റ്റോപ്പ് എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇത് വിവാദമായി. കാരണം ഈ അടുത്ത കാലത്താണ് പാർലമെൻറ്റിൽ ഈ വന്ദേമാതരത്തിന് ബില്ല് പാസ്സായത്. അതായത് വന്ദേമാതരം ആലപിക്കുമ്പോൾ തടസ്സപ്പെടുത്താനൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാൽ 3 വർഷം വരെ ശിക്ഷ കിട്ടുന്ന ഒരു കുറ്റമാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ജനപ്രതിനിധികൾ, അതായത് MLA-യോ MP-യോ മന്ത്രിയൊക്കെ ആയിട്ടിരിക്കുന്നവർ അത് ചെയ്താൽ 3 വർഷം വരെ ശിക്ഷ കിട്ടും എന്നുള്ളതുകൊണ്ട് 2 വർഷത്തിന് മുകളിലാണെങ്കിൽ അവരുടെ സ്ഥാനം തെറിക്കും. അപ്പോൾ അത് അവർക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. ജയറാം രമേശൊക്കെ ഇപ്പോൾ വന്ന് പറയുന്നത് അയ്യോ വന്ദേമാതരം നിർത്താനല്ല പറയുന്നത്, വെറുതെ നിങ്ങൾ വിവാദമാക്കരുതേ, കസേര കൊണ്ടുവരൂ എന്നാണ് അത്രേ പറഞ്ഞതെന്ന്. കസേര കൊണ്ടുവരാനായിട്ട് വന്ദേമാതരമോ അല്ലെങ്കിൽ നമ്മുടെ ദേശീയഗാനമോ ഒക്കെ ചൊല്ലുമ്പോൾ ആരെങ്കിലും ഇരിക്കുമോ? പിന്നെ എന്തിനാണ് കസേര കൊണ്ടുവരണം എന്ന് പറഞ്ഞ്? അതല്ല, അവർക്ക് മനസ്സിലായി കാര്യങ്ങൾ കൈവിട്ടു പോയത്. ഇനി മറ്റൊരു സൈഡ് കൂടെ ശ്രദ്ധിക്കണം. കേരളത്തിൽ അവർ ആലപിച്ചില്ല, എന്നാൽ കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിൽ ആലപിച്ചു, ഹിമാചൽ പ്രദേശിൽ ആലപിച്ചു, തെലങ്കാനയിൽ ആലപിച്ചു. എന്തുകൊണ്ടാണ് കേരളത്തിൽ? അതിൻ്റെ കാരണം വന്ദേമാതരം ഈ നമ്മുടെ രാജ്യത്തിൻ്റെ ഇപ്പോൾ ദേശീയഗാനത്തിന് തുല്യമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ ഗീതം ആലപിക്കാൻ ഇവർക്ക് ബുദ്ധിമുട്ടുള്ള കൊണ്ടൊന്നും അല്ല. പക്ഷേ ഇവിടുത്തെ ചില പ്രത്യേക കൂട്ടരെ പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഇത് വേണ്ട എന്ന് വെച്ചത്. അല്ലാതെ ബഹുഭൂരിപക്ഷവും കോൺഗ്രസ്സുകാർക്കും ഇത് ചൊല്ലാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. അതിൻ്റെ തെളിവാണല്ലോ AICC ആസ്ഥാനത്ത് തന്നെ അവരത് മുഴുവൻ ചൊല്ലി, പലയിടങ്ങളിലും അവർ ചൊല്ലി. കേരളത്തിൽ ഇവിടെ മുസ്ലിം ലീഗിന് അല്ലെങ്കിൽ മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് കുറച്ച് സ്വാധീനമുണ്ടെന്ന് മനസ്സിലാക്കി ആ വോട്ട് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള അഭ്യാസമാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ 1947 ആഗസ്റ്റ് 14 വരെയുള്ള സമയത്ത് ഇതൊന്നുമില്ലാത്ത സ്ഥലത്തേക്ക് പോകാൻ ഇവർക്ക് എല്ലാ അവസരവും ഉണ്ടായിരുന്നല്ലോ. അത് ശരിയായിട്ട് വിനിയോഗിക്കാതെ പിന്നെ ബാക്കി ഇവിടെ കിടന്നിട്ട് ഇവിടെയുള്ള ബഹുഭൂരിപക്ഷത്തിനും കൂടെ അല്ലെങ്കിൽ അവർ കൂടെ ഇവർക്ക് വേണ്ടിയിട്ട് സാക്രിഫൈ ചെയ്യണമെന്ന് പറയുമ്പോൾ എന്ത് ലോജിക്കാണ് അതിനകത്തുള്ളത്? ഇനി ഇവർ ആരോപിക്കുന്ന പോലെ വന്ദേമാതരത്തിൽ നിങ്ങളിൽ പലർക്കും ആ തെറ്റിദ്ധാരണയുണ്ട്. അപ്പോൾ അവർ പറയുന്നത് ശരിയല്ലേ? അവരുടെ വിശ്വാസം അനുസരിച്ച് ലക്ഷ്മി ദേവി, ദുർഗ, സരസ്വതിയൊക്കെ വരുമ്പോൾ അങ്ങനൊരു വരി അവർ ചൊല്ലില്ല എന്ന് പറയുന്നതിൽ ന്യായമില്ലേ എന്ന് നിങ്ങൾ ചിലരെങ്കിലും ഒരുപക്ഷെ ചിന്തിച്ചു പോകും. പക്ഷേ അവരെ ഒന്നും ആരാധിക്കാനല്ല ആ വരി ആവശ്യപ്പെടുന്നത്. ലക്ഷ്മിയോ സരസ്വതിയോ അല്ലെങ്കിൽ ദുർഗേനെ ആരാധിക്കാനല്ല ആ വരി ആവശ്യപ്പെടുന്നത്. അതെന്താണെന്ന് കൃത്യമായിട്ട് തന്നെ നമ്മുടെ നിയമസഭയിലെ ഒരു BJP അംഗം തന്നെ സഭയിൽ പറഞ്ഞിട്ടുള്ളതാണ്. അതിനെ ആരും ഖണ്ഡിച്ചിട്ടില്ല. അതുകൂടെ കേട്ടു നോക്ക്. ഇവിടെ സൂചിപ്പിക്കേണ്ടായി വന്ദേമാതരത്തെ സംബന്ധിച്ച് എന്താ വരികളുടെ അർത്ഥം? 2 വരി എന്താ ചെല്ലാൻ പറ്റാത്തത്? 10 കൈകളിൽ ആയുധമേന്തിയ ദുർഗ നീയാണ്, താമരപ്പൂവിൽ വിഹരിക്കുന്ന ലക്ഷ്മി നീയാണ്, വിദ്യ നൽകുന്ന സരസ്വതിയും നീയാണ്, നിന്നെ ഞാൻ വന്ദിക്കുന്നു. ഇത് ഭാരതത്തിന്റെ ആധ്യാത്മിക അടിത്തറയിൽ നിന്നുകൊണ്ട് എഴുതിയതാ. അത് ഇവിടെ എവിടെയാണ് വർഗീയതയുള്ളത്? ഇത്രയേ ഉള്ളൂ സംഗതി. അതായത് 10 കൈയിൽ ആയുധമേന്തിയ ദുർഗയാണ് നീയെന്നും താമരപ്പൂവിലിരിക്കുന്ന ലക്ഷ്മിയാണ് നീയെന്നും വിദ്യ നൽകുന്ന സരസ്വതിയാണ് നീയെന്നും നമ്മുടെ മാതൃരാജ്യത്തിനെയാണ് വിശേഷിപ്പിക്കുന്നത്. കവികൾ അങ്ങനെയാണ് സ്വാഭാവികമായിട്ടും. അല്ലാതെ ഇവരെ ആരാധിക്കുക എന്നല്ല പറയുന്നത്. ഇവരെക്കാളും ഒക്കെ ഈ 3 കൂടെ ചേർന്നാലും അതിലുമൊക്കെ വലുതായിട്ടാണ് നമ്മുടെ ഭാരതഭൂമി. ഇതാണ് അതിനകത്ത് കവി ഉദ്ദേശിച്ച സംഗതി. ആ ഭാരതഭൂമിയെ മാനിക്കുന്നു, വന്ദിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ആ വരികളുടെ അർത്ഥം. ഇപ്പോൾ മനസ്സിലായില്ല ഇതിനകത്ത് എവിടെയാണ് വർഗീയത ഇരിക്കുന്നത്? ഇതിനകത്ത് 1% വർഗീയതയുണ്ടോ? ഇനി എന്നിട്ടും പ്രശ്നമുണ്ടെങ്കിൽ ഞാൻ മറ്റൊരു കാര്യം കൂടെ സൂചിപ്പിക്കാം. ഇവിടെ ആരും പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല, ആരെങ്കിലുമൊക്കെ പറയണമല്ലോ. നമ്മുടെ പ്രതിജ്ഞ എന്താണ്? ഇന്ത്യൻ്റെ രാജ്യമാണ്, എല്ലാ ഇന്ത്യക്കാരും നമ്മുടെ സഹോദരന്മാരാണ്. ഈ മുസ്ലിങ്ങൾക്കാർക്കെങ്കിലും ഈ പ്രതിജ്ഞ ചൊല്ലാൻ ബുദ്ധിമുട്ടുള്ളതായിട്ട് ഇന്ന് വരെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അവരുടെ വിശ്വാസം അനുസരിച്ച്, അവരുടെ ഉമ്മത്തനുസരിച്ച് അവരാരെയാണ് സഹോദരങ്ങളായിട്ട് കൂട്ടുന്നത്? ഇസ്ലാം മതത്തിൽ വിശ്വസിക്കുന്നവരെ മാത്രമാണ് അവർ സഹോദരങ്ങളായിട്ട് കൂട്ടുന്നത്, അല്ലെങ്കിൽ അവരുടെ കൂട്ടത്തിലെങ്കിലും കൂട്ടുന്നത്. ഇപ്പോൾ അവർക്ക് പലസ്തീനിൽ ഗാസയിലുള്ള ആളുകൾ മരിച്ചു വീഴുമ്പോൾ അവർക്ക് നോവുന്നത് എന്തുകൊണ്ടാണ്? തങ്ങളുടെ മതസ്ഥനായതുകൊണ്ടാണ്. ഇപ്പോൾ ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ കൊല്ലപ്പെട്ടാൽ അവർക്ക് പ്രശ്നമില്ല, കാരണം തങ്ങളുടെ മതസ്ഥനല്ല. അപ്പോൾ അവർ എല്ലാ കാലത്തും സഹോദരങ്ങളായിട്ട് കൂട്ടുന്നത് അവരുടെ മതത്തിൽ വിശ്വസിക്കുന്നവരെ മാത്രമാണ്. അവർക്ക് ഇന്ത്യ എൻ്റെ രാജ്യമാണെന്നും എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരന്മാരാണ് എന്ന് പ്രതിജ്ഞ എടുക്കാൻ മടിയില്ലെങ്കിൽ പിന്നെ വന്ദേമാതരം ചൊല്ലാൻ എന്തിനവർ ഇങ്ങനെ എതിർക്കണം? അവിടെ അവർക്ക് പ്രശ്നമില്ലല്ലോ. ഇന്ത്യ എൻ്റെ രാജ്യമാണ്, എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരന്മാരാണെന്ന് പറയുമ്പോൾ അതിൽ ഹിന്ദുവുണ്ട്, ക്രിസ്ത്യനുണ്ട്, പാഴ്സിയുണ്ട്, പഞ്ചാബിയുണ്ട്, ജൈനനുണ്ട്, സിഖുകാരനുണ്ട്, ബുദ്ധമതസ്ഥനുണ്ട്, പിന്നെയും പേരറിയാത്ത എത്രയോ മതസ്ഥരായിട്ടുള്ള ഇവരെയൊക്കെ സഹോദരന്മാരായിട്ട് അവർക്ക് കണക്കാക്കാമെങ്കിൽ പിന്നെ എന്തുകൊണ്ട് വന്ദേമാതരം അവർക്ക് ചൊല്ലിക്കൂടാ എന്നൊരു ന്യായമായിട്ടുള്ളൊരു ചോദ്യമുണ്ട്. അതിനൂടെ തൃപ്തിയാവുന്ന ഒരു ഉത്തരം വേണ്ട നമുക്ക് കിട്ടാൻ. അല്ലാതെ എന്തിലും ഏതിലും അത് BJPയുടെ അജണ്ടയാണ്, വർഗീയതയാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ട്. RSS ഒക്കെ ഉണ്ടാവുന്നതിന് മുമ്പേ നമ്മുടെയൊക്കെ പൂർവികർ അന്ന് ഇന്ത്യയെ മൊത്തം ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് ചൊല്ലിയ ഒരു ഗീതമാണ് ഈ വന്ദേമാതരം. അന്ന് ഇവിടുത്തെ ദേശസ്നേഹികളെയൊക്കെ ഒരു
കൊടിയുടെ കീഴിൽ അല്ലെങ്കിൽ ഒരു കുടക്കീഴിൽ ഒന്നിപ്പിക്കാൻ കാരണമായ അവരെ ഉണർത്തിയ ഗാനം എന്നാണ് നമ്മൾ പോലും ചരിത്രത്തിൽ പഠിക്കുന്നത്. അതിലെ ഈ 2 വരി അനാവശ്യമായിട്ടുള്ള മതവും കുത്തിക്കലർത്തി അത് മാറ്റണമെന്നൊക്കെ പറയുമ്പോൾ ഇവർക്ക് വേണ്ടിയിട്ട് ഒരു രാജ്യം തന്നെ വെട്ടിമുറിച്ച് കൊടുത്തിട്ടും അതിൽ തൃപ്തി പോരാതെ പിന്നെയും ബാക്കിയുള്ള ഭൂരിപക്ഷത്തിനെ ദ്രോഹിക്കുന്നു എന്ന് ഇതിനെ ലളിതമായിട്ട് പറയാൻ എന്നെക്കൊണ്ട് പറ്റും. പലപ്പോഴും ബിജെപിയുടെ കയ്യിലുള്ള കാർഡുകൾ വേണ്ട രീതിയിൽ പ്രയോഗിക്കുന്നില്ല എന്നൊരു അഭിപ്രായക്കാരനാണ് ഞാൻ. ഈ അടുത്ത ദിവസം പോലും പാർലമെൻറ്റിൽ ജോൺ ബ്രിട്ടാസ് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ലുങ്കിവാല എന്ന് പറഞ്ഞൊരു ബിജെപിയുടെ ഒരു വനിതാ MP പറയും. അതങ്ങനെയല്ലായിരുന്നു ശരിക്കും പറയേണ്ടത്. ലുങ്കിവാല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ലുങ്കിയൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് കുറച്ച് അഭ്യാസമൊക്കെ കാണിക്കും, ദക്ഷിണേന്ത്യയെ കടന്നുകൊണ്ട് കാണിക്കും, പ്രത്യേകിച്ച് രാഷ്ട്രീയ നേട്ടമൊന്നും ഉണ്ടാവത്തില്ല എങ്കിലും കാണിക്കും. പക്ഷേ അതിന് പകരം ജോൺ ബ്രിട്ടാസ് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ പുറകിൽ നിന്ന് ഗോമാംസം കഴിക്കുന്നവനെ എന്ന് വേണമായിരുന്നു വിളിക്കാൻ. ഗോമാംസം ബീഫെന്ന് പോലും പറയരുത്, ഗോമാംസം കഴിക്കുന്നവനെ എന്ന് വേണമായിരുന്നു വിളിക്കാൻ. ബ്രിട്ടാസ് എന്ത് പറയുമായിരുന്നു? അതെ, ഞാൻ ഗോമാംസം കഴിക്കുന്നതാണ് എന്നവിടെ പരസ്യമായിട്ട് പാർലമെൻറ്റിൽ പറയുമോ? ബ്രിട്ടാസ് കഴിക്കുന്ന വ്യക്തിയാണെങ്കിൽ കൂടി മിണ്ടത്തില്ല. അഥവാ മിണ്ടിയാൽ അതിന് മല്ലികാർജ്ജുൻ ഖാർഗെയുടെ ഒരു പിന്തുണയും കാണത്തില്ല. രാഹുൽ ഗാന്ധി പിന്തുണയ്ക്കത്തില്ല, സോണിയാഗാന്ധി പിന്തുണയ്ക്കത്തില്ല, ദേശീയ തലത്തിലുള്ള ഒരൊറ്റ കോൺഗ്രസ് നേതാവ് പിന്തുണയ്ക്കത്തില്ല. പിന്തുണച്ചുകൊണ്ട് അവർക്ക് അവിടെ രാഷ്ട്രീയം പ്രവർത്തിക്കാൻ പറ്റില്ല, അതാണ് സത്യം. കേരളത്തിൽ മാത്രം ചിലവാകും. അപ്പോൾ അത്തരം കാർഡുകൾ വേണം യഥാർത്ഥത്തിൽ അവിടെ പ്രയോഗിക്കാൻ. പെട്ടുപോയനെ ഇവരെന്ത് ചെയ്യും? പിറ്റേ ദിവസം ഇവർ പശുവിനെ കൊന്നിട്ട് അതിനെ കറി വെച്ചിട്ട് ആ കറിയുമായിട്ട് അവർ പാർലമെൻറ്റിൽ പോകുമായിരുന്നു. എങ്ങനെ അവർ പ്രതിഷേധിക്കുമായിരുന്നു? ഇവിടെ ചിലപ്പോൾ ബീഫ് ഫെസ്റ്റൊക്കെ നടത്തും അവർ കേരളത്തിൽ, അല്ലാതെ ദേശീയ തലത്തിൽ വാളയാണ്ട് അപ്പുറത്ത് അവർ പ്രതിഷേധിക്കത്തില്ല, മിണ്ടൂല്ല അവർ. ഇപ്പോൾ അവർക്ക് ബീഹാറിൽ, ബംഗാളിൽ, മഹാരാഷ്ട്രയിലൊക്കെ CPM-ന് കുറച്ച് അണികൾ ചില പോക്കറ്റിൽ കിടപ്പുണ്ട്. പല ഇടയ്ക്കൊക്കെ അവർക്ക് ഒരു MLA ഒക്കെ കിട്ടുന്ന സ്ഥലങ്ങളുണ്ട്. അവിടെ പോലും അവർ മിണ്ടൂല്ല. എന്തുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അവിടുത്തെ ആളുകളുടെ വിശ്വാസത്തിന് അനുസൃതമായിട്ടാണ് അവരവിടെ പ്രവർത്തിക്കുന്നത്. ഇവിടെ ഇപ്പം ചില പോക്കറ്റിൽ മുസ്ലിങ്ങൾക്ക് സ്വാധീനമുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് അവർ ആ ഭാഗത്ത് നിൽക്കുന്നത്. നേരെ മറിച്ച് ഇവിടെ തീരെ കുറച്ചേ മുസ്ലിങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഇവർക്കിതൊന്നും പ്രശ്നമാവില്ലായിരുന്നു. ഈ വന്ദേ മാതരം മുഴുവൻ ചൊല്ലുന്നതും പ്രശ്നമാവില്ല, ബീഫ് അതായത് ബീഫല്ല ഗോവധം നിരോധിച്ചാലും അവർക്ക് പ്രശ്നമാവില്ലായിരുന്നു. ഇവർക്കത് പ്രശ്നമാകുന്നത് അവർക്കത് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ്, അവരുടെ വിശ്വാസത്തിന് അത് ബാധകമല്ലാത്തതുകൊണ്ടാണ് ഇവർ അതിനെയൊക്കെ എതിർക്കുന്നത്. അതായത് ഇവരുടെ നിലപാട് എന്നത് ആശയപരമല്ല, ആമാശയപരമാണ്. ഇനിയെങ്കിലും BJP കൃത്യമായിട്ടുള്ള കാർഡുകൾ പ്രയോഗിക്കുക. ഇപ്പോൾ വന്ദേ മാതരം തന്നെ ചർച്ചയായി, ഇതിൻ്റെ യാഥാർത്ഥ്യം ജനങ്ങൾ മനസ്സിലാക്കുന്നു. ആദ്യം തെറ്റിദ്ധരിച്ചവർ തന്നെ ഇപ്പോൾ ചോദിക്കുന്നു, ഈ വരിക്കൊന്നും പ്രശ്നമില്ലല്ലോ, ഈ വരിയിൽ ലക്ഷ്മീനെയല്ല ആരാധിക്കാൻ പറയുന്നത്, ദുർഗേനെയല്ല, സരസ്വതീനെയല്ല, ഇവരെല്ലാം ആണ് നമ്മുടെ ഭാരതമാതാവ് എന്നാണ് പറയുന്നത്. വേണമെങ്കിൽ ഇനിയും കുറേ ദൈവങ്ങളുടെ പേരും പറയാം, യേശുവാണ് നീ എന്നും പറയാം, അള്ളാഹുവാണ് നീ എന്ന് പറയാം. ഇതിലെല്ലാം വലുതായിട്ടാണ് നമ്മുടെ ഭാരതമാതാവ്. ആ മാതാവെന്ന് ഉദ്ദേശിക്കുന്ന അമ്മയെന്നാണ്, അതായത് നമ്മുടെ ജന്മഭൂമി, അതിനെ നമ്മൾ വന്ദിക്കുന്നു എന്ന് മാത്രമേ ആ വരികളുടെ അർത്ഥമുള്ളൂ. തെറ്റിദ്ധാരണ മാറ്റിക്കോ, അല്ലാതെ അതിനകത്ത് യാതൊരു വർഗീയതയും ഇല്ല. അത് ഹിന്ദുവിൻ്റെ പാട്ടുമല്ല, അത് RSSൻ്റെ പാട്ടുമല്ല, അത് BJPയുടെ അല്ല. അവരൊക്കെ ഉണ്ടാവുന്നതിന് മുമ്പ് തന്നെ ഇവിടുത്തെ അന്നത്തെ സ്വാതന്ത്ര്യ സമര സേനാനികളെ ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് എഴുതിയ ഗീതമാണ്. അതിനെ ഒരു ചെറിയ വിവാദത്തിൽ പോലും പെടുത്താൻ പാടില്ലായിരുന്നു. അതായിരുന്നു ശരിക്കും ചെയ്യേണ്ടിരുന്നത്. പക്ഷേ ആർക്കൊക്കെയോ വേണ്ടിയിട്ട് ഇവർ അതിനെ കൂടി വലിച്ചിഴക്കുകയാണ്. നാളെ ഇനി ഇന്ത്യ എൻ്റെ രാജ്യമാണെന്നും എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരന്മാരാണ് എന്ന് ചൊല്ലാൻ പറ്റില്ല എന്ന് വരെ ഇവരൊക്കെ പറഞ്ഞാലും അത്ഭുതപ്പെടാനില്ല.